നമസ്കാരം. ജോൽസിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ സ്ത്രീ ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം മഞ്ചേരി സ്വദേശിനി ഗൂഡല്ലൂരിൽ താമസിക്കുന്ന മൈമൂന, നല്ലേപ്പള്ളി കുറ്റിപ്പള്ളം പാറക്കൽ എസ് ശ്രീജേഷ് എന്നിവരെയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയത്. ദോഷം തീർക്കാൻ പൂജ ചെയ്യാനെന്ന വ്യാജേന ജോൽസിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ഹണി ട്രാപ്പിൽ പെടുത്തി കവർച്ചയ്ക്ക് ഇരയാക്കിയായിരുന്നു. കൊഴിഞ്ഞാമ്പാറ കല്ലാണ്ടിച്ചള്ളയിലെ വീട് കേന്ദ്രീകരിച്ചാണ് ഹണി ട്രാപ്പിന് കളമൊരുക്കിയത്. പൂജ ചെയ്യാൻ വീട്ടിലെത്തിയ ജോൽസിനെ ഇവർ തന്ത്രപരമായി കൊടുക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം. കൊല്ലങ്കോട് സ്വദേശിയായ ജോൽസിനാണ് തട്ടിപ്പിനിരയായത്. ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് സംഘം തട്ടിപ്പിന് തുടക്കമിടുന്നത്. ഇതിന്റെ ഭാഗമായി മൈമൂനയും ഒരു യുവാവും കൊല്ലങ്കോട്ടെ ജോൽസിന്റെ വീട്ടിലെത്തി. ഭർത്താവുമായി പിണങ്ങിക്കഴിയുകയാണെന്നും വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും പൂജ ചെയ്ത് പരിഹാരം കാണണമെന്നും പറഞ്ഞു. ജോൽസൻ വീട്ടിലേക്ക് വരാമെന്നേറ്റതോടെ ഇവർ മടങ്ങി. ഇന്നലെ രാവിലെ 11ഓടെ കൊഴിഞ്ഞാമ്പാറയിലെത്തിയ ജോൽസിനെ 2 യുവാക്കൾ ചേർന്ന് കല്ലാണ്ടിച്ചള്ളയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കൊലപാതകം ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിലായി ഒട്ടേറെ കേസുകളിൽ പ്രതിയായ എൻ പ്രതീഷിന്റെ വീടായിരുന്നു ഇത്. വീട്ടിൽ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇതിനിടെ പ്രതീഷ് ജോൽസിനെ അസഭ്യം പറഞ്ഞ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും വിവസ്ത്രനാക്കുകയും ചെയ്തു. അതിനുശേഷം മൈമൂനെ ജോൽസിനൊപ്പം നിർത്തി നഗ്ന ഫോട്ടോയും വീഡിയോയും ചിത്രീകരിച്ചു. ജോൽസിന്റെ 4.5 പവന്റെ സ്വർണ്ണമാലയും മൊബൈൽ ഫോണും പണവും കൈക്കലാക്കി. 20 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും കൊടുത്തില്ലെങ്കിൽ നഗ്നചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമെന്നും ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 9 പേർ വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട് മൊബൈൽ ടവർ ലൊക്കേഷൻ പിന്തുടർന്ന് പ്രതീഷിന്റെ വീട്ടിൽ പോലീസ് എത്തിയതാണ് സംഭവങ്ങൾക്ക് അപ്രതീക്ഷിത തിരിവുണ്ടാക്കിയത്. പോലീസിനെ കണ്ട് വീട്ടിലുണ്ടായിരുന്നവർ കടന്നു കളഞ്ഞു. ഈ തക്കത്തിന് പിന്നാലെ വാതിലിലൂടെ രക്ഷപ്പെട്ട ജോൽസൻ കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു.